ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശത്തുമായി 58 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 9 മണിവരെ 10.82% പോളിംഗ് രേഖപ്പെടുത്തി. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? 6 സംസ്ഥാനങ്ങളിലെ സാഹചര്യം എങ്ങനെയാണ്? ഷമി, ഏറ്റവും പ്രധാനപ്പെട്ട ആറാം ഘട്ടത്തിൽ 58 ലോക്സഭാ മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. 2 കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ ചേർന്ന് 6 സംസ്ഥാനങ്ങളുമാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇപ്പോൾ 9 മണിയിലത്തെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിലാണ്. 16.54% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 9 മണിവരെ മൊത്തം 10.82% പോളിംഗിലേക്കാണ് എത്തിയിട്ടുള്ളത്. രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോളിംഗ് ആരംഭിച്ചിരുന്നു. കൃത്യമായ സജ്ജീകരണങ്ങൾ, എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ എല്ലാ പോളിംഗ് ബൂത്തിലുമുണ്ട്. ചെറിയ സംഘർഷ സാധ്യതകൾ ഉള്ളത് പശ്ചിമ ബംഗാളിൽ മാത്രമാണ്. പശ്ചിമ ബംഗാളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടി എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നിരുന്നു. വോട്ടുകളിൽ കൃത്രിമത്വം കാണിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ് അവിടെ അത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ബാക്കിയിടങ്ങളിലൊക്കെ തന്നെ സമാധാനപരമായി തന്നെ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തെയും പോളിംഗ് ശതമാനം കണക്കുകൾ പറയുകയാണെങ്കിൽ ബീഹാറിൽ 9.66% പോളിംഗ് ആണ്. ഹരിയാനയിൽ 8.31%, ജമ്മു ആൻഡ് കാശ്മീർ 8.89%, ജാർഖണ്ഡ് 11.74%, ഒഡീഷ 7.43%. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒഡീഷയിലാണ്. എന്തായാലും ഈ ആറാം ഘട്ടം എന്ന് പറയുന്നത് ദില്ലിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായി തന്നെ വിലയിരുത്തണം. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാൾ മുഖ്യപ്രചാരകനായി ദില്ലിയിലെത്തിയ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും BJPക്ക് കനത്ത വെല്ലുവിളികൾ. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ BJP 7 സീറ്റിലും വിജയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ BJPക്ക് അത്ര എളുപ്പമായി വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു സാധ്യതയല്ല. എല്ലായിടങ്ങളിലും വലിയ തരത്തിലുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ശക്തമായ പ്രചാരണങ്ങൾ, ദേശീയ നേതാക്കൾ അടക്കം വന്നുകൊണ്ടുള്ള ദില്ലിയിലെ പ്രചാരണമായിരുന്നു ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് ഭേദപ്പെട്ട പോളിംഗ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഷമി, സ്വാതിയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.